ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദനഹകാലം 2-ാം ഞായറിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ദൈവാനുഗ്രഹങ്ങളും കൃപകളും നിറഞ്ഞ നല്ല ഒരു ആഴ്ചക്കാലം ആശംസിക്കുന്നു. ദനഹ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. സൂര്യോദയം, പ്രത്യക്ഷീകരണം, വെളിപാട് എന്നൊക്കെയാണ്. ഈ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ച്, ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് മനുഷ്യന് ധാരാളം വെളിപാടുകൾ നൽകുന്ന വായനകളാണ് ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ തിരുസഭ മാതാവ് നമുക്ക് ധ്യാന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അങ്ങയുടെ പേരെന്താണ് എന്ന മോശയുടെ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നത് പ്രകാരമാണ്, ഞാൻ തന്നെ. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം നാം ഇന്ന് വായിച്ചു കേൾക്കുന്നു, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരുന്നവനുമായവനിൽ നിന്ന് കൃപയും സമാധാനം. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിന്റെ പൊതുവായ പ്രമേയം എന്നത് ഈശോ തന്റെ ദൈവത്വത്തെക്കുറിച്ച് യഹൂദരോട് സംസാരിക്കുകയും ആ വിഷയത്തെക്കുറിച്ച് അവർ ഈശോയുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ പൊതുവായ ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ്. ഈശോ താൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്നും തന്റെ ദൈവത്വത്തെ എല്ലാവരും വിശ്വസിക്കണമെന്നും ആവർത്തിച്ച് പറയുകയും യഹൂദർ ചിലർ വിശ്വസിക്കുകയും എന്നാൽ മറ്റു ചിലർ അവനെ എതിർത്ത് അവരുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഭാഗം ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രധാന പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുത്തെ പുത്രനിൽ വിശ്വസിക്കുക, ഈശോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക. ഈ പ്രമേയങ്ങൾ യോഹന്നാൻ ശ്ലീഹ ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗങ്ങൾ ആയപ്പോഴേക്കും ആദിമ ക്രൈസ്തവർ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈശോയുടെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, അതായത് ഈശോ ദൈവപുത്രനാണ് എന്ന സത്യത്തെ നിരാകരിക്കുന്ന ധാരാളം തെറ്റായ പഠനങ്ങളും പ്രബോധനങ്ങളും അബദ്ധ സിദ്ധാന്തങ്ങളും പാഷണ്ഡതകളും ആദിമസഭയിൽ ഉടലെടുത്തു. ഇത്തരം തെറ്റായ പഠനങ്ങളെ, അബദ്ധ സിദ്ധാന്തങ്ങളെ നിരാകരിക്കുക, എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തീർച്ചയായിട്ടും യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ഇതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും യോഹന്നാൻ 3:36 നാം ഇപ്രകാരം വായിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേൽ ഉണ്ട്. ഇപ്രകാരം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ, ആരംഭം മുതൽ തന്നെ ദൈവപുത്രനിൽ വിശ്വസിക്കേണ്ടത് ഈശോ ദൈവപുത്രനാണ് എന്ന വിശ്വാസം, അടിസ്ഥാനപരമായ വിശ്വാസമാണ് എന്ന് ഏറ്റുപറയുകയാണ് യോഹന്നാൻ ശ്ലീഹ. ഈ പറച്ചിലുകളുടെ ഒരു ക്ലൈമാക്സ് എന്ന നിലയിലാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഈശോ യഹൂദരോട് പറയുന്നത്. ഈ പ്രബോധനങ്ങളുടെ ഒരു പരിസമാപ്തി, ഉച്ചകോടി എന്ന നിലയിലാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഈശോ യഹൂദരോട് പറയുന്നത്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സ്വർഗരാജ്യത്തിൽ നിന്ന് നാം അകന്നു പോകുന്നതിന്, നിത്യനരകത്തിന് നാം അർഹരായി തീരുന്നതിന് ഒരേ ഒരു കാരണം മാത്രമാണ് ഈശോ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. അത് അവിടുത്തെ ദൈവപുത്രത്തെ നിഷേധിക്കുക, അല്ലെങ്കിൽ ഈശോ ദൈവമാണ് എന്ന് വിശ്വസിക്കാതിരിക്കുക എന്ന ഒരേ ഒരു തിന്മയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.
ഈശോ ഒരു ചരിത്ര പുരുഷനാണെന്നും ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ അനേക മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഈശോ എന്നുമൊക്കെ വിശ്വസിക്കുവാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനും ആർക്കും മടിയില്ല. എങ്കിലും മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന നമ്മളിൽ പലർക്കും ഈശോ ദൈവമാണെന്നും അവിടുന്ന് ദൈവപുത്രനാണെന്ന് പ്രഘോഷിക്കുന്നതിലും പലപ്പോഴും തീക്ഷ്ണത കുറഞ്ഞു പോകാറില്ലേ എന്ന് നാം സ്വയം പരിശോധന ചെയ്യുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരങ്ങളിലും പ്രവൃത്തികളിലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും മറ്റ് ആളുകൾക്ക് മാതൃക നൽകുന്നതിലുമെല്ലാം ഈശോ ദൈവപുത്രനാണ് എന്ന് പ്രഖ്യാപിക്കുവാനും ഈശോയിലൂടെ മാത്രമാണ് രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് അവരോട് സംസാരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ രണ്ടാമത്തെ വിചിന്തന വിഷയം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രനെ ഉയർത്തുക എന്നതിലൂടെ ഈശോ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഉയർത്തുക എന്ന പദത്തിന് ഇവിടെ 2 അർത്ഥങ്ങൾ ഉണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുക. ഒന്നാമതായി ഉയർത്തുക എന്ന് പറയുമ്പോൾ ഈശോയെ കുരിശിൽ തറച്ച് ഉയർത്തി നിർത്തുക എന്നും, രണ്ടാമത്തേത് ഈശോയുടെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് വിജയശ്രീലാളിതനായി നിൽക്കുന്നു എന്നുമാണ് ഇതിന്റെ അർത്ഥങ്ങൾ. പ്രിയപ്പെട്ടവരെ, കുരിശ് രക്ഷയ്ക്ക് കാരണമാണ് എന്ന സത്യമാണ് ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോ തന്റെ കുരിശുമരണത്തിലൂടെ മരണത്തിന്മേലും പാപത്തിന്മേലും വിജയം നേടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്ത് വിജയശ്രീലാളിതനായി ഇരിക്കുന്നു എന്ന സത്യം കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എവിടെ കുരിശുകൾ ഉണ്ടോ അവിടെയൊക്കെ രക്ഷയുണ്ട്, കൃപകൾ ഉണ്ട് എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ നമുക്ക് എടുത്തു നോക്കാം. ഈ ലോകത്തിൻ്റെതായ പലതരം വേദനകളും സഹനങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാകാം, സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം, കഠിനമായ രോഗങ്ങളും വേദനകളും മൂലം അസ്വസ്ഥപ്പെടുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ഇന്നത്തെ വചനം നമ്മോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളുണ്ടോ, സഹനങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, നന്ദി പറഞ്ഞ് ദൈവത്തിന് പ്രാർത്ഥിക്കുവിൻ. കാരണം നിങ്ങൾ ഇന്ന് സ്വന്തമാക്കുന്ന, ഇന്ന് അനുഭവിക്കുന്ന ഈ സഹനങ്ങൾ നാളെ നിങ്ങളുടെ മഹത്വീകരണത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി കൃപകൾ ഒഴുകി വരുന്നതിനും കാരണമാകും എന്ന് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. അവിടുന്ന് കാലിത്തൊഴുത്തിൽ പിറന്നത് മുതൽ ഗാഗുൽത്തായിൽ കുരിശിന്മേൽ 3 ആണികളിൽ മരിക്കുന്നത് വരെ പലപ്പോഴും തിരസ്കരണങ്ങൾ നേരിട്ടു, അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു, ഒറ്റപ്പെടുത്തപ്പെട്ടു, നഗ്നനാക്കപ്പെട്ടു, പാടുപീടുകൾ സഹിക്കേണ്ടി വന്നു. ഇത്തരം എല്ലാ സഹനങ്ങളിലൂടെയും കടന്നുപോയതിന്റെ പരിണതഫലം എന്തായിരുന്നു? അവിടുന്ന് വിജയശ്രീലാളിതനായി പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ വിജയം നേടി അവിടുന്ന് വഴി ഈ ലോകം മുഴുവൻ രക്ഷിക്കപ്പെടുന്നതിന് ആ സഹനങ്ങൾ കാരണമായി എന്നതാണ് സത്യം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ജീവിതത്തിൽ 7 വ്യാകുലങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ആ വ്യാകുലങ്ങൾ ഇന്ന് അവൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നതിന് കാരണമായി. ദൈവത്തിൽ നിന്നും ധാരാളം കൃപകൾ ഈ ഭൂമിയിലേക്ക് അവൾ വഴിയായി വർഷിക്കപ്പെടുന്നതിന് അവളുടെ സഹനങ്ങൾ കാരണമായി. ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച സകല വിശുദ്ധരെയും നിങ്ങൾ എടുത്തു നോക്കുക. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം ഉദാഹരണമായി നിങ്ങൾ എടുത്തു നോക്കുക. ഈ ലോകത്ത് ജീവിച്ച് ധാരാളം സഹനങ്ങളിലൂടെ ജീവിതകാലത്ത് കടന്നുപോയവളാണ് വിശുദ്ധ അൽഫോൻസാമ. ആ സഹനങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് അവളുടെ മാധ്യസ്ഥം നേടി ഇന്ന് അവളുടെ കബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ആളുകൾക്ക് നമ്മൾ തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറഞ്ഞു വെക്കുന്നു, സഹനങ്ങൾ എവിടെയുണ്ടോ അവിടെ കൃപ അതിലേറെ വർദ്ധിച്ചു വരും. നമുക്ക് കൃപകൾ കിട്ടുന്നതിനുള്ള പ്രധാന മാർഗങ്ങൾ സഹനങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളോ വേദനകളോ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുരിശുകളെ നമുക്ക് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഈശോ മിശിഹായെ നമ്മുടെ രക്ഷകനായി ദൈവപുത്രനായി നമുക്ക് ഏറ്റുപറഞ്ഞ് അവിടുത്തെ അനുഗ്രഹം സ്വന്തമാക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.